ഇതിൽ അൾട്രാ വൈഡ് ക്യാമറ ഷോവോ എന്ന് പറഞ്ഞാൽ അലവലാതി ഒരു സാധനമാണ് ഇതിന്റെ അൾട്രാ വൈഡ് ക്യാമറ എന്ന് പറഞ്ഞാൽ. കാരണം എന്ന് പറഞ്ഞാൽ, നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഓഫ് നത്തിങ് ഫോൺ 2A+. അപ്പം നത്തിങ് ഫോൺ 2A+, ഇതാണ് സാധനം. അപ്പോൾ ഇതിന്റെ ഒരു ഗെയിമിംഗ് പെർഫോമൻസ് വീഡിയോ ഇടാം, അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് വീഡിയോ ഇടാം ആഫ്റ്റർ 1 ഇയർ. നമുക്കിപ്പോൾ 1 വർഷമായി ഇത് ഇറങ്ങിയിട്ട്, ഇപ്പോൾ 1 വർഷത്തിന് ശേഷം ഈ ഒരു ഡിവൈസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പുതിയ റേറ്റ് കൊടുത്ത്, അതായത് ഒരു 30,000 രൂപ കൊടുത്ത് പുതിയത് വാങ്ങിക്കാൻ എന്തായാലും ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഒരു സീൽ കട്ട് സാധനമാണെങ്കിലോ അല്ലെങ്കിൽ ജസ്റ്റ് യൂസ്ഡ് സാധനമാണെങ്കിലോ ഒരു 18,000 to 20,000 രൂപ വരെയൊക്കെ കൊടുത്ത് ഒരു യൂസ്ഡ് സാധനം മേടിക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അത്രയും ബഡ്ജറ്റേ നിങ്ങൾക്കുള്ളൂ എന്നുണ്ടെങ്കിൽ, ഈ ഒരു സാധനം നിങ്ങൾ എടുത്താൽ എത്രത്തോളം നിങ്ങൾക്ക് ഇതിനകത്ത് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, ഗെയിം കളിക്കാം, അങ്ങനെ ഓൾറൗണ്ട് പരിപാടികൾ എന്തൊക്കെ നടക്കും എന്നുള്ള കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ എടുത്തൊരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ കുറേ പേര് പറഞ്ഞു ഇതിൻ്റെ വീഡിയോ വേണം ബ്രോ, പെട്ടെന്ന് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത്രയും പേര് ഇതിനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ക്യാമറ പെർഫോമൻസിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ക്യാമറ പെർഫോമൻസ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇതിൻ്റെ ആ ഒരു ഫിംഗർ പ്രിൻറ്റ് ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ IQ Neo 10R ആ ഒരു ഫിംഗർ പ്രിന്റ് ഫാസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ഫാസ്റ്റ് എന്തായാലും ഈ ഒരു സാധനത്തിന് ഉണ്ട് കേട്ടോ. അത് ഞാനിപ്പം ഷോർട്സിൽ ഇടാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ സെറ്റിങ്സിൽ പോയിട്ട് എബൌട്ട് ഫോൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെ സാധനമാണുള്ളത്. പ്രൊസസ്സർ MediaTek Dimensity 7350 Pro. അപ്പോൾ ഞാൻ ഞെട്ടിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സാധനത്തിൽ ഹീറ്റിംഗ് ഇല്ല എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഒരു മണിക്കൂറായിട്ട് പാട്ട് കേൾക്കുകയാണെങ്കിലോ, ഈ ഇവിടുത്തെ ലൈറ്റൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ലൈറ്റൊക്കെ കത്തിച്ചിട്ട് പാട്ട് കേൾക്കുകയാണെങ്കിൽ പോലും ഗെയിം ഒരു നോർമലി ഇപ്പം ഫ്രീ ഫയർ കുറേ ആൾക്കാർ കുറേ നാളായിട്ട് ഫ്രീ ഫയറിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീ ഫയർ ഒന്നും വലുതായിട്ട് അങ്ങനെ ഗെയിമിംഗ് വീഡിയോ കൊണ്ടുവരാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഏതൊരു ഡിവൈസിലും ഫ്രീ ഫയർ നമുക്ക് അത്യാവശ്യം മാന്യമായിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ചെയ്യുന്ന വീഡിയോ ഉടനെ വരും. അതിൽ കുറച്ചധികം ഗെയിംസ് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം വേറെ ഏതെങ്കിലും ഗെയിം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് അതുകൂടെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് കളിച്ചിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അതിനുശേഷം വരുമ്പോൾ ഇതിൻ്റെ ബാറ്ററി, ഇതിൽ 5000 mAh ബാറ്ററിയാണ് പറഞ്ഞതെന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും എല്ലാവരുടെ പ്ലസ് സീരീസ് വാങ്ങിക്കാനേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പം സാംസങ്ങിൻ്റെ ആണെങ്കിൽ S23+, 24+, 25+. കാരണം പ്ലസ് സീരീസ് അല്ലാത്ത പക്ഷം നമുക്ക് 2 പ്രാവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും ചാർജ് ചെയ്യേണ്ടി വരും. എൻ്റെ ഒരു ഉപയോഗം വെച്ചിട്ടാണെങ്കിൽ പ്ലസ് സീരീസ് അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് 3 പ്രാവശ്യം ചെയ്യേണ്ടി വരും ചാർജ്. അപ്പോൾ ഇത്രയും തിരക്കിട്ട ലൈഫിൽ നമ്മൾ 2 പ്രാവശ്യത്തിൽ കൂടുതലൊക്കെ ചാർജ് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. ഫോൺ വാങ്ങിക്കുമ്പോൾ ഉള്ള പോലെ ആയിരിക്കത്തില്ല ഒരു 6 മാസത്തിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കൈക്കകത്ത് വലിയ ഫോൺ ഇരിക്കുന്നത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് സീരീസ് വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് അത്യാവശ്യം വെയിറ്റ് ഒക്കെ കുറഞ്ഞൊരു ഡിവൈസ് തന്നെയാണ് കേട്ടോ. ഇത് 5000 mAh ബാറ്ററിയാണുള്ളത്, 6.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ് പറഞ്ഞത്. അപ്പോൾ അതിലും ഈ ഒരു സാധനം നമുക്ക് വെയിറ്റ് ഇല്ല. 3A Pro ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സാധനം വലിയ ഇവിടെ ഇരുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു യൂസ് ചെയ്യാൻ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ഒതുങ്ങിയ ഒരു ഫോണാണ് ഈ സാധനം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാനായിട്ട്. അതുപോലെ തന്നെ ചാർജ് നല്ല രീതിക്ക് ചാർജ് നിൽക്കുന്നുണ്ട്. വീഡിയോ കാണുമ്പോഴാണെങ്കിലും ക്യാമറ യൂസ് ചെയ്യണമെന്നാണെങ്കിലും ഗെയിം കളിക്കുമ്പോഴാണെങ്കിലും എന്ത് പരിപാടിയാണെങ്കിലും ഈ സാധനം നല്ലപോലെ ചാർജ് നിൽക്കുന്നുണ്ട്. ഹീറ്റിങ്ങും ഇല്ല. അതാണ് നമുക്ക് ഏറ്റവും, ഈ കേസ് ഇടാതിരുന്നിട്ട് പോലും നമുക്ക് ഹീറ്റിംഗ് ഇല്ല. ലൈക്ക് ഈ ഒരു കോമ്പോണൻസ് കൊണ്ടൊക്കെ ആയിരിക്കും ഈ ഒരു പരിപാടി ട്രാൻസ്പെറൻ്റ് ആയിട്ടൊക്കെ വെച്ചേക്കൊണ്ടായിരിക്കും നല്ലപോലെ ഹീറ്റ് വരാതെ ഇത് നോക്കുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല കാര്യമായിട്ട് തന്നെ തോന്നി. പിന്നെ വോയിസിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിൻ്റെ വോയിസ് അത്യാവശ്യം നല്ല വോയിസ് ആണ്. നമുക്ക് പല ലാഗ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് സ്ലോ മോഷനിൽ നിന്നും ഇപ്പുറത്ത് പോർട്രേറ്റിലോട്ടൊക്കെ പറഞ്ഞ സമയത്ത് ചിലപ്പോൾ ചെറിയൊരു പിടുത്തം പിടിച്ചാലായി. അല്ലാത്ത പക്ഷം ഇതിന് ആപ്പ് യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലാതെ ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇതിന്റെ അൾട്രാ വൈഡ് ക്യാമറ, നമുക്ക് മെയിൻ കാര്യത്തിലോട്ട് പോകാം. ഇതിൽ 50 മെഗാ ഒരു മെയിൻ ക്യാമറയും 50 മെഗാ ഒരു അൾട്രാ വൈഡ് ക്യാമറയും ഫ്രണ്ട് ക്യാമറ 50 മെഗാ അങ്ങനെ 3 ക്യാമറയാണ് ഇതിനകത്ത് പറഞ്ഞത്. ബാക്ക് 2 ഫ്രണ്ട് 1. ഇതിൽ അൾട്രാ വൈഡ് ക്യാമറ ഷോവോ എന്ന് പറഞ്ഞാൽ അലവലാതി ഒരു സാധനമാണ് ഇതിന്റെ അൾട്രാ വൈഡ് ക്യാമറ എന്ന് പറഞ്ഞാൽ. കാരണം എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഇല്ല. ഈ അൾട്രാ വൈഡ് ക്യാമറയിൽ നമുക്ക് ഫോക്കസ് എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല. ഇപ്പോൾ ക്ലോസ് റേഞ്ച് ആണെങ്കിൽ ഇപ്പോൾ മാക്രോ ഫോട്ടോഗ്രാഫി പരിപാടി ഒന്നും നടക്കില്ല. ക്ലോസ് റേഞ്ച് പോയി എടുത്താലും കുറച്ച് ലോങ് ഇറങ്ങിയെന്ന് എടുത്താലും നമ്മൾ 4Kയിൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്താൽ പോലും നമുക്ക് ആ ഒരു ഫോക്കസിങ് ഇല്ല, ആ ഒരു ഒരു ക്ലിയർ ഇല്ല. ഒരു വീഡിയോ റെക്കോർഡിങ്ങിനാണെങ്കിലും ഫോട്ടോ എടുക്കാനാണെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, ഫോക്കസ് ഇല്ലായ്മ, അങ്ങനെ ഒരു പരിപാടി. അപ്പോൾ നിങ്ങളിത് ഇപ്പോൾ 20,000 കയ്യിലുണ്ട്, നിങ്ങൾക്ക് യൂസ്ഡ് ഫോൺ ഇത് എടുക്കാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് നിങ്ങൾ അൾട്രാ വൈഡിൽ കൂടെ വ്ളോഗ് ചെയ്യാനാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ എടുക്കണ്ട, നടക്കൂല. ഫ്രണ്ട് ക്യാമറയിൽ അതിനേക്കാളും സൂപ്പറായിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്ക് ക്യാമറയിൽ തിരിച്ചു വെച്ചിട്ട് നമ്മളെ മെയിൻ ക്യാമറയിൽ കൂടെ നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫുട്ടേജ് കിട്ടും. നിങ്ങൾ എന്തിനെങ്കിലും റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പ്രോഡക്റ്റിനെയൊക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് അത്യാവശ്യം പോർട്രേറ്റ് വീഡിയോഗ്രാഫി പോലെ നിങ്ങൾക്ക് ആ ഒരു ക്ലോസ് റേഞ്ചിൽ പോയി നിന്നെടുത്ത ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ ആയിട്ട് നല്ലൊരു ഫുട്ടേജ് കിട്ടും. അത് ഞാൻ ഉറപ്പ് തരികയാണ്. അതിൻ്റെ ഫുട്ടേജസ് ഒക്കെ നിങ്ങളിപ്പോൾ കാണുന്നതായിരിക്കും. അതിനുശേഷം ഇതിൻ്റെ ക്യാമറയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നേരെ പോകുമ്പോൾ സ്ലോ മോഷൻ ഉണ്ട്. സ്ലോ മോഷനിൽ നമുക്ക് 1080p 120 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഫുട്ടേജ് നിങ്ങളിപ്പം കാണും. അതുപോലെ നമുക്ക് സ്ലോ മോഷൻ 2x പോയി റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആ 1x ക്യാമറ തന്നെ സൂമിനായിട്ട് പോയി 2x റെക്കോർഡ് ചെയ്യണേന് അത് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും എപ്പോഴും ആരും അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പോകുന്നില്ല. 1080p 60 നിങ്ങൾ റെക്കോർഡ് ചെയ്തതിനു ശേഷം ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിനകത്ത് കയറ്റി സ്ലോ ആക്കിയാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫുട്ടേജ് കിട്ടും. ഇതിൻ്റെ സ്ലോ മോഷനിൽ തന്നെ എടുക്കണമെന്നില്ല. അത് കഴിഞ്ഞ് പോകുമ്പോൾ വീഡിയോ റെക്കോർഡിംഗ് ആണ്. വീഡിയോ റെക്കോർഡിങ്ങിൽ അൾട്രാ വൈഡ് 14mm അത് ഒരു സുഖമില്ലാത്ത സാധനമാണ്. ഞാൻ പ്രിഫർ ചെയ്യൂല റെക്കോർഡ് ചെയ്യാനായിട്ട്. 1x മെയിൻ ക്യാമറ നല്ല വ്യത്യാസം എന്ന് പറഞ്ഞത് കളർ നോർമലായിട്ട് വരുമ്പോൾ നല്ല വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അത് 2x പോയി നിന്ന് നമുക്ക് വീഡിയോ എടുക്കാം. സൂമിന് പോയാൽ 10x വരെ നമുക്ക് 4K 30 റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ 1080p 60 ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതും 10x വരെ തന്നെയാണ്. 4K 30 മാത്രമാണ് ഇതിനകത്ത് മാക്സിമം ഉള്ളത്. 1080p 30 60 നമുക്ക് ബാക്ക് ക്യാമറ കൂടെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഓപ്ഷൻസിലൊക്കെ പോകുമ്പോൾ HDR നമുക്ക് ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കിയിട്ട് റെക്കോർഡ് ചെയ്യാം. ആക്ഷൻ മോഡ് ഓൺ ആക്കിയിട്ട് റെക്കോർഡ് ചെയ്യാം. ആക്ഷൻ മോഡൊക്കെ ഓൺ ആക്കിയിട്ട് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1080p 30 മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കുറച്ച് പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ മോർ സെറ്റിങ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എന്തായാലും വാട്ടർമാർക്ക് ആഡ് ചെയ്യാനും അതിനും ഇതിനൊക്കെ ഉള്ള പരിപാടിയാണുള്ളത്. അത് കഴിഞ്ഞ് ഫോട്ടോ മോഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് HDR ഓൺ ആക്കിയിട്ടും ഓഫ് ആക്കിയിട്ടും ഒക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും. മോർ സെറ്റിങ്സിൽ പോകണമെങ്കിൽ ടൈമർ ഇട്ട് എടുക്കാൻ പറ്റും. മോഷൻ ഫോട്ടോ എടുക്കാൻ പറ്റും. റേഷ്യോ മാറ്റാൻ പറ്റും. ക്വാളിറ്റി നമുക്ക് 50 MP അല്ലെങ്കിൽ 12 MP ഇട്ട് എടുക്കാൻ പറ്റും. ഗ്രിഡ് ലൈന് അങ്ങനെ മോർ സെറ്റിങ്സിനകത്ത് ഈ പരിപാടി തന്നെയാണ് പറഞ്ഞത്. 2x പോയി നിന്ന് കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് മറ്റേ പോർട്രേറ്റിന് വേണ്ടിയുള്ള മറ്റേ ടെലിഫോട്ടോ ക്യാമറ അല്ലെങ്കിൽ പെരിസ്കോപ്പിക് ടെലിഫോട്ടോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. മെയിൻ ക്യാമറ മാത്രമാണ് ഉള്ളത്, അൾട്രാ വൈഡും. ഈ മെയിൻ ക്യാമറ കൂടെ നമുക്ക് 2x പോയി നിന്ന് ഫോട്ടോ എടുക്കാം. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിക്ക് തന്നെ സാധനം കിട്ടുകയും ചെയ്യും. ഒരു എന്താ ഇപ്പം IQ ഡിവൈസ് വേണോ ഇത് വേണോ എന്ന് ചോദിച്ചാൽ ഫോട്ടോഗ്രാഫിക്ക് ഞാൻ ഇതേ പറയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ബൊക്കയെക്കാട്ടിലും ഒരു നാച്ചുറലി ഉള്ള ബൊക്കെ തരുന്ന ഫോൺ തന്നെയായിരിക്കും എപ്പോഴും ബെറ്റർ ഫോട്ടോഗ്രാഫിക്ക്. പിന്നെ എടുത്തിട്ട് നമ്മൾ ഗ്രേഡ് ചെയ്യേണ്ടി വരും. പിന്നെ എന്താ എക്സ്പോഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. ഇതല്ലാതെ ഏതാണെങ്കിലും അത് ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഫോണിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തേ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പ്രോപ്പറായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തൊന്നും തരത്തൊന്നുമില്ല. അപ്പം അതാണ് ഐക്യുവിൻ്റെ പല ഡിവൈസിലും 2 അപ്ഡേഷൻ കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ അടിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്യാമറ കംപ്ലൈൻറ്റ് ആവണതല്ല, അത് വോയിസിൻ്റെ പ്രശ്നമാണ്. അതിൻ്റെ ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ പ്രശ്നമാണ്. എക്സ്പോഷർ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവാത്തതിൻ്റെ പ്രശ്നമാണ്. IQ ഡിവൈസ് യൂസ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോക്കസ് ചെയ്യുക, എക്സ്പോഷർ ജസ്റ്റ് ഒന്ന് താഴോട്ടാക്കുക, ഫോട്ടോ എടുക്കുക. എക്സ്പോഷർ അഡ്ജസ്റ്റ് ആവാത്തതിൻ്റെ പ്രശ്നം മാത്രമല്ല, ക്യാമറ കംപ്ലൈൻ്റ് അല്ല. പിന്നെ Neo 10 ഫോഗ് ഇഷ്യൂസ് ഒക്കെ കുറേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കമൻറ്റ്സ് വരുന്നുണ്ട്, നോക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഉടനെ കൊണ്ടുവരാം. അത് കഴിഞ്ഞ് നമ്മൾ പോണ സമയത്ത് മോറിനകത്ത് പോകുമ്പോൾ ടൈം ലാപ്സ്, പനോരമ, എക്സ്പേർട്ടിനകത്ത് പോയാൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. പ്രോ രീതിക്കൊക്കെ എടുക്കാൻ പറ്റും. ഇതിനകത്തൊക്കെ പ്രോ രീതിക്കൊന്നും എടുത്തിട്ട് ഒരു ഗുണമില്ല. നമ്മൾ മര്യാദയ്ക്കുള്ള ഫോട്ടോയും വീഡിയോയും പോർട്രേറ്റും ഒക്കെ എടുത്ത് സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ ഡിവൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിൽ എങ്ങനെ വ്ളോഗ് ചെയ്യാം, ബാക്ക് ക്യാമറയിൽ എങ്ങനെ വ്ളോഗ് ചെയ്യാം, അതൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ സ്ലോ മോഷൻ വേറെ സ്ലോ മോഷൻസ് ഒക്കെ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. നേരത്തെ റെക്കോർഡ് ചെയ്ത് 1080p 60 FPS അൾട്രാ വൈഡ് റെക്കോർഡ് ചെയ്ത് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 4K 30 FPS അൾട്രാ വൈഡ്. ഒരു ഷാർപ്നെസ് കുറച്ചുകൂടെ അതിൽ നിന്നും കുറച്ചുകൂടെ ആഡ് ആയിട്ടുണ്ട്, 1080p നിന്ന് ആഡ് ആയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വേറൊരു പ്രത്യേകത എനിക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ ഒരു ഫോക്കസും കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് എത്ര തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് അൾട്രാ വൈഡ് നമുക്ക് ഇത് ഫോക്കസ് കൊടുക്കാൻ നോക്കിയാലും നമുക്ക് ഫോക്കസും കാര്യങ്ങളൊന്നും കിട്ടൂലടേ. ഈ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പം അൾട്രാ വൈഡ് അത്ര സുഖമല്ല. അൾട്രാ വൈഡ് ഞാനൊരിക്കലും അൾട്രാ വൈഡ് വീഡിയോഗ്രാഫി പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യൂല. ഫ്രണ്ട് ക്യാമറയിൽ 1080p 60 ലോ ലൈറ്റ് ആണ്. അതായത് വീട്ടിനകത്ത് ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല, പുറത്തുനിന്നുള്ള ഒരു ചെറിയൊരു സൂര്യപ്രകാശം മാത്രമാണുള്ളത്. കർട്ടനൊക്കെ ഇട്ട് അടച്ചില്ല ഇട്ടാണ്, ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ലോ ലൈറ്റിൽ നമുക്ക് ഈ ഒരു ഇതിലാണ് നമുക്ക് 1080p 60 റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. ഫ്രണ്ട് ക്യാമറ 1080p 60 റെക്കോർഡ് ചെയ്യാം. ഇറ്റ്സ് എ ഗുഡ് തിങ്. അപ്പോൾ ക്രോപ്പ് ആവുമെന്ന് വെച്ചാൽ ഞാനിപ്പം ഒരു 1 amp ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. ഈ 1 amp ഡിസ്റ്റൻസിൽ നമുക്ക് ഇത്ര ക്രോപ്പ് വരും. നമുക്ക് സെൽഫി സ്റ്റിക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട് ക്യാമറ കൂടെ വ്ളോഗ് ചെയ്യാൻ അത്യാവശ്യം കൊള്ളായിരിക്കും. ചെറിയൊരു ഗ്രെയിൻസ് ഉണ്ട്, അത് ഈ ഒരു ലൈറ്റിൻ്റെ കുറവാണ്. ഞാൻ സ്റ്റുഡിയോയ്ക്കകത്തിരുന്നിട്ട് സ്റ്റുഡിയോയിലെ ലൈറ്റ് കൂടെ വെച്ചിട്ട് ഞാൻ എന്ന് ഫ്രണ്ട് ക്യാമറയിൽ 4K 30 കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് 4K 30 ഫ്രണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും, 60 ഇല്ല. 4K 30 ഞാൻ എന്തായാലും സ്റ്റുഡിയോ ലൈറ്റിൽ വെച്ചിട്ട് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഫേസിൽ നോക്കുന്നു, ഞാനിപ്പോൾ ക്യാമറയിൽ നോക്കുന്നു. 4K 30 FPS നമുക്ക് ഇങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യണുണ്ട്. സ്റ്റുഡിയോയ്ക്കകത്തൊക്കെ ഇരുന്ന് റെക്കോർഡ് ചെയ്യാൻ കൊള്ളാം കേട്ടോ 4K 30 FPS.
ക്യൂട്ട് ബേബിയാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെ ക്യൂട്ടാക്കി വെച്ചിട്ടുണ്ട് 1080p 60. മുഖമൊക്കെ എങ്ങനെ ഇരിപ്പുണ്ട്. അങ്ങനെയൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല, എന്നാലും കൊള്ളാം. അവിടെ ഒരു കുരുണ്ടാ. ഉഫ്. അപ്പോൾ ഇതാണ് ഗൈസ് അതിൻ്റെ ആ ഒരു 1080p 60 എന്ന് പറഞ്ഞാൽ കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. എന്നാൽ പിന്നെ ലോ ലൈറ്റ് നമുക്ക് ബാക്ക് ക്യാമറ കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചു. അതേ സെയിം ലൈറ്റിങ്, സെയിം സിറ്റുവേഷൻ, അതേ സെയിം സ്ഥലം, എല്ലാം സെയിമാണ് ഗൈസ്. 4K 30fps ലോ ലൈറ്റ്, വീട്ടിനകത്തുള്ള ആ ഒരു ചെറിയ സൂര്യപ്രകാശം മാത്രം, കർട്ടനൊക്കെ അടച്ചിട്ടിട്ടുള്ള ഒരു സൂര്യപ്രകാശത്തിൽ നിന്ന് വീട്ടിനകത്തുള്ളത്. അപ്പോൾ ലോ ലൈറ്റിന് രാത്രിയാകുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യണ്ടല്ലോ. ലോ ലൈറ്റിൽ നമുക്ക് ഈ ഒരു ക്വാളിറ്റി ആയിരിക്കണം. 4K 30fps ഗ്രെയിൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ക്യാമറ നോക്കിയാണ് സംസാരിക്കുന്നത്, എനിക്ക് എന്ത് നടക്കുന്നു എന്ന് പോലും അറിഞ്ഞൂടാ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ്. ഇൻബിൽറ്റ് മൈക്കാണ്, ഞാൻ എക്സ്ട്രാ മൈക്കൊന്നും കണക്ട് ചെയ്തിട്ടില്ല. സോ 1080p 60fps ഇങ്ങനെ എന്തുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ മേഘത്തിൽ ടാപ്പ് ചെയ്യുമ്പം നമ്മുടെ ലൈറ്റ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ അടിക്കണം, മുഖത്ത് ലൈറ്റ് അടിക്കണത് അങ്ങനെ കുറയണമില്ല, എന്നാൽ നമുക്ക് മേഘമൊക്കെ ആ ഒരു ബ്ലൂ കളറിൽ കിട്ടുകയും ചെയ്യും. ഇത്രയും കൈ നീട്ടി വയ്ക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫ്രണ്ട് ക്യാമറയിൽ കൂടെ സെൽഫി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. 1080p 60 നമുക്ക് റെക്കോർഡ് ചെയ്യാം, 30 റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ 4K 30 നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. മൈക്ക് എന്ന് പറഞ്ഞാൽ ഇൻബിൽറ്റ് മൈക്കാണ്, വേറെ എക്സ്ട്രാ മൈക്കൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ഫേസിൽ നമുക്ക് ആ ഒരു ഷാർപ്നെസ് ഒന്നും കിട്ടില്ല, ഒരു എന്താ നോയ്സ് കുറഞ്ഞിട്ട് ആ ഒരു സാധനമാണ് നമുക്ക് കിട്ടുന്നത്. അതായത് വലിയ കുരുകുരുപ്പ് ഒന്നുമില്ല, കുറച്ച് എന്താ ഒരു ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ ഒരു ഫീലുണ്ട്, അത്രയാണ് ഉള്ളത്. ഇവിടെ ഒരു കുരിയുണ്ട്, അത് തന്നെ നല്ല കുറച്ചങ്ങ് ഇട്ടിട്ടുണ്ട്. എത്രത്തോളം ഫോക്കസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നോർമലി ആയിട്ടുള്ളൊരു ഫോക്കസ് കാര്യങ്ങളോ അല്ല, ഷാർപ്പായിട്ടുള്ളൊരു ഫുട്ടേജ് നമുക്ക് കിട്ടുന്നില്ല. 4K 30fps ആണ്, നല്ല കാറ്റുണ്ട്. കാറ്റിൻ്റെ സൗണ്ട് പിടിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി, നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. 1080p വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഷാർപ്നെസ് ഫീൽ ചെയ്യാനുണ്ട്. നമുക്ക് ക്യാമറ നോക്കി സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്വാളിറ്റി. പച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ 3A പ്രോയേക്കാളും കുറച്ചുകൂടെ കൂടുതലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ 3A പ്രോയാണ് ലാസ്റ്റ് ഇട്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. എന്നാൽ വലിയ പച്ചയൊന്നും ഇല്ല എന്തായാലും. അപ്പം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഈ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് നേരിട്ട് കാണുമ്പോൾ ഇത് നല്ല പച്ചയാണ്, എന്നാൽ അതിൽ കൂടെ ഡിസ്പ്ലേ കൂടെ കാണുമ്പോൾ അത്ര വലിയ പച്ചയല്ല. അപ്പോൾ അത് ഒരു ഇതാണ് ക്വാളിറ്റി. നമുക്കിപ്പം ഒരു നോർമലി വ്ളോഗ് ചെയ്യണ ഒരാൾക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇത്രയും നീട്ടി വേണമെങ്കിൽ വെച്ചിട്ട് സംസാരിക്കാം ഗൈസ്. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നത്തിങ്ങിലാണ്, തിങ് 2A+ലാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സംസാരിക്കാം. ഹീറ്റിങ് കാര്യങ്ങളൊന്നുമില്ല. ഇനി ബാക്ക് ക്യാമറയിലെ ആ ഒരു വ്ളോഗിങ്ങും കൂടെ കാണിച്ചു തരാം, നടക്കുമ്പോഴുള്ള സ്റ്റെബിലൈസേഷൻ കാണിച്ചു തരാം. ഫ്രണ്ട് ക്യാമറയിലെ സ്റ്റെബിലിറ്റി ഇത്രത്തോളമാണ്. അപ്പം പുറകിൽ നിന്ന് സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്, എത്രത്തോളം വെട്ടം ഡയറക്റ്റ് ഫേസിൽ വെട്ടം അടിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. പതുക്കെയാണ് സംസാരിക്കുന്നത്, ഓവറായിട്ട് കുറച്ചൊന്നും സംസാരിക്കുന്നില്ല. ഇനി ബാക്ക് ക്യാമറയാണ് കാണിച്ചു തരാം. സൂര്യൻ ഇങ്ങനെ അടിക്കുകയാണ്, പച്ചനെ അടിക്കുന്നത്. നമുക്ക് ഇനി അൾട്രാ വൈഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അൾട്രാ വൈഡ് റെക്കോർഡ് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം ക്വാളിറ്റി എങ്ങനെയാണെന്ന്. അൾട്രാ വൈഡ് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പ്രോഡക്റ്റൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് വലിയ താല്പര്യമില്ലായിരുന്നു. ഇനി വ്ളോഗ് ചെയ്യുമ്പോൾ ഫോക്കസ് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് അതുകൂടെ കാണിച്ചു തരാം. 1080p 60 ആണ് അൾട്രാ വൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അൾട്രാ വൈഡിൽ 1080p 60 ഉള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്, പക്ഷേ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു അൾട്രാ വൈഡിൽ 1080p 60 എന്ന് പറഞ്ഞ സാധനം വലിയൊരു സുഖമായിട്ട് തോന്നുന്നില്ല. അത് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. ബാക്കി ഒരു കാര്യം ഷൂട്ട് ചെയ്തിട്ട് ആ ഒരു 1080p അൾട്രാ വൈഡ് ഒരു സുഖം വരണില്ല. ഇനി നമുക്ക് 4K 30 കൂടെ അൾട്രാ വൈഡിലൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കറിയായിരിക്കുമല്ലോ എത്രത്തോളം ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുള്ളത്. 4K 30fps ആണ്. 30fps ആയതുകൊണ്ടാണ് ഞാൻ നടക്കാത്തത്, ഇവിടെ നിൽക്കുന്നത് ഇങ്ങനെ, അതുകൊണ്ടാണ് അങ്ങനെ നിന്നുകൊണ്ട് റെക്കോർഡ് ചെയ്യാന്ന് വെച്ചത്. ഇതാണ് 4K 30fpsൻ്റെ ആ ഒരു ഫുട്ടേജ്. നിങ്ങൾ നോക്കിയാൽ മതി എത്രത്തോളം ക്വാളിറ്റിയാണ് കിട്ടുന്നതെന്നുള്ളത്. നടന്നാലും ആ ഒരു സ്റ്റെബിലിറ്റി എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നോക്കിയാൽ മതി. മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ മതി. കാറ്റുണ്ട്, വണ്ടി പോകുന്ന സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. നമുക്ക് 1x അതായത് മെയിൻ ക്യാമറയിൽ ഉള്ള ആ ഒരു വീഡിയോഗ്രാഫി സത്യം പറഞ്ഞാൽ ഒരു ഡീസൻറ്റ് വീഡിയോഗ്രാഫിയാണ് കേട്ടോ. മറ്റേതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് 2x പോകുമ്പോഴും വലിയ സുഖം കുറവൊന്നുമില്ല. നോർമലി ഉള്ളൊരു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോണിൽ കിട്ടുന്നതിനേക്കാളും നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യണുണ്ട്. ഓക്കെ, മറ്റ് ഒരു 30 രൂപയ്ക്ക് താഴെയുള്ള ഫോണുകൾ വെച്ച് നോക്കുമ്പോൾ ഉള്ള കാര്യം പറഞ്ഞതാണ്. വേറൊരു കാര്യം, നമുക്ക് HDR റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് HDR ഓൺ ആക്കിയിട്ടാണ്. 1080p ബാക്കിൽ അഴുക്കായോ 1080p 30fps മാത്രമേ നമുക്ക് ആ ഒരു HDR ഓണാക്കി റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. HDR ഓണാക്കുമ്പോൾ കുറച്ചുകൂടെ കളറൊക്കെ കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. നമ്മൾ 3A Pro സീരീസ് ചെയ്തതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2A സീരീസിനെക്കാളും കളർ കുറവാണ് അതിൽ കാണാൻ പറ്റുന്നത് എന്നുള്ളത്. അത് എക്സാക്ട്ലി അങ്ങനെ തന്നെയാണ്. ഇതിൽ കുറച്ചുകൂടെ കളർ നമുക്ക് ഫീൽ ഉണ്ട്, പക്ഷേ ബുദ്ധിമുട്ടുള്ള കൂടുതലല്ല. എന്നാലും സാംസങ്ങിൻ്റെ അത്ര കളറിലോട്ടും പോകണില്ല. എന്നാലും അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു കളർ, ഒരു ഡീസൻറ്റ് സാധനമാണ് ഒരു വീഡിയോഗ്രാഫിക്ക്. ഈ ഒരു ബഡ്ജറ്റിൽ വീഡിയോഗ്രാഫിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ മറ്റേ റഫ് പർപ്പസ് അല്ല, നോർമലി ഉള്ള ഇതുപോലത്തെ ഒക്കെ ഒരു ഷൂട്ടിനൊക്കെ അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനും
ഒരു ഡീസൻറ്റ് ക്വാളിറ്റി, അതായത് ഓവറായിട്ട് നമുക്കൊന്നും കാണിച്ചു തരുന്നില്ല, അങ്ങനെയൊന്നുമില്ല. ഒരു നോർമലി ഉള്ളൊരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ജസ്റ്റ് എന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ HDR ഓണാക്കി വെച്ചിട്ട് റെക്കോർഡ് ചെയ്യണത് കേട്ടോ. ലോ ലൈറ്റ് വീഡിയോഗ്രാഫി ക്വാളിറ്റി എന്നും പറഞ്ഞ് ഹൈലൈറ്റിൻ്റെ മൂട്ടിലാണ് ഇരിക്കുന്നത്. വെളിയിലോട്ട് നോക്കിയാൽ മതി. വെളിയിലാണ് ലോ ലൈറ്റ്. അൾട്രാ വൈഡ് സൂമിംഗ് ഒന്നും ഇല്ല കേട്ടോ. PAL ഫോർമാറ്റ് പരിപാടിയൊന്നുമില്ല. 25 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ ഒരു ഫ്ലിക്കറിങ് പറഞ്ഞത്. 60 FPS ആണ് റെക്കോർഡ് ചെയ്യണം കേട്ടോ. ഇത് 4K 30 FPS ആണ് ലോ ലൈറ്റ്. അങ്ങോട്ട് വെട്ടം കുറവാണ്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇനി കുറ്റാക്കൂറ്റിയിട്ടൊന്നും വേണമെന്ന് പറയില്ല, അതൊന്നും നടക്കില്ല. എന്തിനടായി പാകിസ്ഥാൻ ബോർഡറാ കണ്ടല്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി 50 മെഗാ പിക്സലിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചില്ല. 50 മെഗാ പിക്സലിൻ്റെ ഫോട്ടോസ് കുറച്ചുകൂടെ നമുക്ക് സൂമിനൊക്കെ ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫി ഫോട്ടോസൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഭയങ്കരമായിട്ട് നമ്മളൊരു ക്യൂട്ട് രൂപത്തിലാക്കിക്കൊണ്ട് വരികയാണ്. ഒരു ഷാർപ്പ്നെസ് ഇല്ലാത്തത് എന്താ ഒരു മിസ്റ്റേക്ക് അല്ല, കുറേ ആൾക്കാർക്ക് അത് ഇഷ്ടമാണ് ഷാർപ്പ്നെസ് ഇല്ലാത്തത്. എനിക്ക് പക്ഷേ ഒരു ഷാർപ്പ്നെസ് ഒക്കെ ഉള്ള, അതായത് എക്സാക്റ്റ് നമ്മൾ എങ്ങനെ ഇരിക്കുന്നു ആ ഒരു സാധനം കിട്ടുന്ന ഫോൺസാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അപ്പോൾ അത് ഒരു മിസ്റ്റേക്കായിട്ട് കൂട്ടണ്ട, എൻ്റെ താല്പര്യം അതാണ് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നൈറ്റ് വീഡിയോഗ്രാഫി അത്യാവശ്യം കുഴപ്പമില്ല. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പക്കാ കൂരിറ്റി പോയിന്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇച്ചിരി സാമാന്യ ലൈറ്റുള്ളടുത്ത് ഗ്രെയിൻസ് വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ലോ ലൈറ്റ് കാണിച്ചതാണ്. അത് അത്യാവശ്യം കുഴപ്പമില്ല. വീട്ടിനകത്തിരുന്ന് കാണിക്കുന്ന ലോ ലൈറ്റും നമുക്ക് നോർമലി 4K അത്യാവശ്യം നല്ലതാണ് കേട്ടോ. വീട്ടിനകത്തുള്ള ലോ ലൈറ്റ് 4K നൈറ്റ് പോർട്രേറ്റ്സ്. ഇന്നലെ എൻ്റെ ചെറുക്കനെ വിളിച്ച് നിർത്തി ഞാൻ കുറച്ച് ഫോട്ടോ എടുത്തായിരുന്നു രാത്രി. അത്യാവശ്യം കൊള്ളാം. ലൈറ്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം കൊള്ളാം. നമ്മൾ ഒന്ന് ഗ്രേഡ് ചെയ്താൽ നമുക്ക് ഒരു നല്ല ഫോട്ടോസ് കിട്ടും, അത് ഉറപ്പ് തരികയാണ് ഞാൻ. ഫോട്ടോഗ്രാഫിക്ക് ആണെങ്കിലും നോർമലി ഉള്ള വ്ളോഗിങ്ങിനൊക്കെ ആണെങ്കിലും 50 മെഗാ പിക്സലിലുള്ള ഫോട്ടോസിനൊക്കെ ആണെങ്കിലും കൊള്ളാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പച്ച കുറച്ച് കൂടുതലാണ് അപേക്ഷിച്ച് നത്തിങ് 3 സീരീസിനെ അപേക്ഷിച്ചിട്ട്, അതായത് 3A സീരീസിനെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ പച്ച കുറച്ച് കൂടുതലാണ്. അതിൻ്റെ ഫോട്ടോസ് ഞാൻ എന്തായാലും ഇപ്പം കാണിച്ചു തരാം. ആ ഒരു സെൽഫിയിലാണെങ്കിൽ പോലും നമുക്കതൊക്കെ അറിയാൻ പറ്റും. HDR ഓൺ ആണെങ്കിലും ഓഫ് ആണെങ്കിലും നമുക്ക് ആ പച്ചയൊക്കെ ഉണ്ട്. HDR ഓൺ ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതലാണ്, അല്ലാത്ത പക്ഷം നോർമലി തന്നെയാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു ക്യാമറ പെർഫോമൻസ് എന്ന് പറയാനായിട്ട്. നല്ലപോലെ ചാർജ് നിൽക്കുന്നുണ്ട്, എനിക്ക് അതാണ് ഇതിൽ ഇഷ്ടപ്പെട്ടത്. അപ്പം നിങ്ങൾ വെയിറ്റ് കൂടുതലായിരിക്കും പ്ലസ് സീരീസിന് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലസ് സീരീസിന് വെയിറ്റ് കൂടുതലല്ല, നോർമലി ഉള്ളൊരു വെയിറ്റേ ഉള്ളൂ ഈ സാധനത്തിന്. ഈ സാധനം അത്യാവശ്യം നല്ലൊരു സാധനം തന്നെയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു വോയിസ് വേണം, ഒരു അത്യാവശ്യം നല്ലൊരു ക്യാമറ വേണം എന്നൊക്കെ ഉള്ളൊരു ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഡയമണ്ട് സിറ്റി ആയിട്ട് പോലും ഇതിൻ്റെ പ്രൊസസ്സർ അത്രയും തൊട്ട് താഴത്തെ, അതായത് സ്നാപ്ഡ്രാഗൺ പോലെ നിൽക്കില്ലെങ്കിൽ പോലും ഹീറ്റിംഗ് ഇല്ലാത്തത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നത്തിങ് 3 ഒക്കെ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നത്തിങ് 3യുടെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ നമുക്ക് എന്തായാലും നത്തിങ് 3ൻ്റെ വീഡിയോ ചെയ്യാം. 1-ാം തീയതി ഇറങ്ങും, നമുക്ക് സാധനം മേടിക്കാം. നമുക്കൊരു പ്രീ പരിപാടി നമുക്ക് ഇങ്ങനെ അയച്ചറിഞ്ഞ പരിപാടി ഒന്നുമില്ല, നമ്മൾ വാങ്ങിച്ചാലേ നടക്കുള്ളൂ. അപ്പം വെയിറ്റ് ചെയ്യുക, നമുക്ക് വീഡിയോസ് കൊണ്ടുവരും. അപ്പോൾ ഇതിനെപ്പറ്റി ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസിൽ വേറെ ഏതൊക്കെ ഗെയിം നിങ്ങൾക്ക് അറിയണമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തത്. ഹീറ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രീ ഫയർ എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് ഗെയിംസും കൂടെ പറയുക, കമൻറ്റ് ചെയ്യുക, നമുക്ക് ഇതിൻ്റെ വീഡിയോ ചെയ്യാം. മാക്സിമം പോയാൽ ഒരു 20,000 രൂപ വരെ കൊടുത്ത് നിങ്ങൾക്ക് യൂസ്ഡ് വാറൻറ്റി ഉള്ള സാധനം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ആ ഒരു പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പരിപാടികളെല്ലാം ഇതിനകത്ത് സുഖമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ 2A+ പറ്റി വീഡിയോ ചോദിച്ചവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളാണ് ചോദിച്ചതെന്നുള്ള കാര്യം. വേറെ ഏതെങ്കിലും ഫോണിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇറങ്ങിയ ഫോണുകളുടെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമുക്കതെല്ലാം ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് വീഡിയോ ഏതൊക്കെ ഗെയിം വേണമെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ബാക്കി ഗെയിമുകളും കൂടെ പറഞ്ഞാൽ നമുക്കൊരു 10 മിനിറ്റിൻ്റെ വീഡിയോ അതുകൂടെ ചെയ്യാം. അപ്പോൾ ഈ ഒരു സാധനം ഡീസൻറ്റ് സാധനമുണ്ട്, നല്ലപോലെ ചാർജ് ചെയ്യുന്നുണ്ട്. 25 വാട്ടിൻ്റെ ബ്രിക്ക് വെച്ചിട്ടാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. ചാർജും അത്യാവശ്യം ഫാസ്റ്റിന് കയറുന്നുണ്ട്. നമുക്ക് എന്താ നമ്മളെ ഒരു ദിവസത്തെ പരിപാടി കിട്ടിലുമായിട്ട് അടിപൊളിയായിട്ട് ഈ സാധനം വെച്ചുകൊണ്ട് നടക്കും. ഹീറ്റിംഗ് ഇല്ല, നല്ലൊരു സാധനമാണ്. അപ്പോൾ നത്തിങ് 2A+ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. മാക്സിമം പ്ലസ് സീരീസൊക്കെ തന്നെ നിങ്ങൾ നോൺ പ്രോ സീരീസ് പോലത്തെ സാധനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലസ് സീരീസിലോട്ട് തന്നെ പോവുക, നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ 2A+ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.